is the way God intended us. It is something we are born with, something that no one can take from us. A warm good morning to all. Myself, Hita Damodaran, would love to welcome all of you on behalf of the Vimala family to celebrate our nation's 75th Independence Day. Now, I welcome our head boy to deliver the welcome speech. Respected principal, teachers and my dear colleagues, I wish you all a beautiful morning and a hearty welcome. Today, August 15, 2021, the day which India celebrates the 75th year of the independence. On this day, we, the citizens of India, pay respect to the leaders who fought bravely for the achieving the independence. On this lovely day, myself, Joe Davis Lucan, head boy of the Vimala Central School, would like to wish you all a very happy Independence Day. Also, I remind you to celebrate this freedom and live happily and freely. On to my duty, I am taking this opportunity to welcome our dear principal, Mr. Selim Nellangudi, who is a great support for our institution. Next, I accept my hearty welcome to our teachers. Finally, dear Vimalites, I welcome all of you to the visuals of the virtual celebration of this big day. Once again, welcoming you all, I conclude my words. Jai Hind. Thank you, Joe. Let's begin our Independence Day celebration with the hoisting of our Indian flag by our beloved sister, Selim Nellangudi. A warm good morning to one and all. Respected principal, teachers, parents and my dear students. First of all, I wish you a happy Independence Day. Today, we are celebrating 75th year of independence. We already know that India got independence on 15th August 1947. From 1947, every year we celebrated it. This day is very important for us. It is indeed the spirit of freedom and love for the motherland. There are decades of sacrifices and struggles behind all of that. On this auspicious occasion, let us listen the powerful message of Kattur CI, Mr. Sajeev N.K. പ്രിയപ്പെട്ട താഴ്ശ്ശേരി വിമല സെൻട്രൽ സ്കൂളിലെ അധ്യാപകരെ അനധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മൾ 1947 ആഗസ്റ്റ് 15-ാം തീയതി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഇന്ന് 75 വർഷം പൂർത്തിയാകുകയാണ്. സ്വാതന്ത്ര്യാഘോഷത്തിൻ്റെ 75ാമത്തെ വാർഷികത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും മറ്റും എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്നത് നമ്മളൊരു സുപ്രഭാതത്തിൽ നേടിയെടുത്ത ഒരു കാര്യമല്ല. നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ തുടർന്ന് നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവനും ജീവിതവും സമർപ്പിച്ച് ത്യാഗങ്ങൾ സഹിച്ച് സമരങ്ങൾ നടത്തി, അഹിംസയിലൂന്നിയ സമരങ്ങൾ നടത്തി നേടിയെടുത്തതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെയാണ് ഓരോ ഭരണാധികാരികളും അധികാരത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ക്ഷമയുടെയും എല്ലാ മൂർത്തിഭാവമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നമുക്ക് ഇന്ന് എവിടെ പോകാനും ഒരു തടസ്സവുമില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് സ്കൂളുകളും ക്ലാസ്സുകളും ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ നമ്മൾ എത്രമാത്രം വിഷമിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം.
അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, നമ്മുടെ ഭരണത്തിൽ അധികാരമില്ല. അടിമകളെ പോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്ത് ഭരിച്ച 10,000-കണക്കിന് ആളുകൾ ഉണ്ട്. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ഏറ്റവും പ്രസക്തമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. മഹാത്മാഗാന്ധി നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം കിട്ടി. ശ്രീമാൻ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായി. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മോഹൻലാൽ ദേശായി, അങ്ങനെ നരേന്ദ്രമോദി അവർ വരെ ഇപ്പോൾ പ്രധാനമന്ത്രിമാരായിട്ട് പല മാറ്റങ്ങളും നമുക്ക് രാജ്യത്തിലുണ്ടായി. വിദ്യാഭ്യാസത്തിലും കാർഷിക വൃത്തിയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമുക്ക് പുരോഗതിയുണ്ടായി. അതേസമയം നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് മൂല്യങ്ങളും ഉണ്ട്. പരസ്പര സഹകരണവും സഹിഷ്ണുതയും ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും ഒരു തണലായി നിൽക്കേണ്ട മനുഷ്യൻ, അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പാത സ്വീകരിച്ച കുറച്ചധികം ആളുകൾ ജീവിക്കുന്ന ക്ഷമ ആണ് ഏറ്റവും വലിയ ആയുധമെന്ന് പഠിപ്പിച്ച ഈ നാട്ടിൽ നമുക്ക് ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളോട് സംസാരിക്കുന്നതിലും അവരോട് പെരുമാറുന്നതിനുമുള്ള മര്യാദ വരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കാനും കൂട്ടുകാരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം പങ്കുചേരാനും അവരെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ആ മനസ്സ് വീണ്ടെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസിനെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പോലീസ് വിദ്യാർത്ഥികളുടെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 100 കണക്കിന് സ്കൂളുകളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതി പ്രകാരം ഉത്തമ പൗരന്മാരെ ആയി കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന്റെ പ്രസക്തി മനസ്സിലാക്കി രൂപകൽപ്പന കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്കൂളുകളിലും സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന ഒരു സംവിധാനമുണ്ട്. ഇതെല്ലാം ചിൽഡ്രൻ ആൻഡ് പോലീസ് ക്യാപ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറേറ്റ് പോലീസിലുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിൽ സജീവമായി ഇടപെടുന്നതിനും അവരെ അതിൽ നിന്ന് മുക്തരാക്കുന്നതിനും ഇടയ്ക്ക് പഠിത്തം അവസാനിപ്പിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ പല പരിപാടികൾ പോലീസിന്റെ രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ചിരി. അത് കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഉദ്ദേശിച്ചിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, അവർക്ക് അത് പറയാനും ഒരു കൗൺസിലറുടെ സേവനം ലഭ്യമാക്കാനും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ചിരി. കുട്ടികളുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അവർക്ക് ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിതത്തെ നേരിടുന്നതിനും അവരുടെ കണ്ണാടി പോലെ നിർമ്മലമായ അവരുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള പോർണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും ഒക്കെ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചിരി പ്രൊജക്ട്സ്. അതുകൊണ്ട് ഇതിൽ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കളും മറ്റും സമൂഹത്തിലെ ഈ ചിരി പ്രൊജക്റ്റിന് മാക്സിമം ഒരു പബ്ലിസിറ്റി നൽകണം. നമ്മുടെ കുട്ടികളാണ് നാളെ വളർന്ന് വലുതായി നമ്മുടെ ഭരണത്തിൽ നിൽക്കേണ്ടതും നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ടതും. അവരുടെ മനസ്സിലേക്കുന്ന എന്തൊരു പോറലും നാളെ അവരുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചിരി പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചിരി പ്രൊജക്ടിന്റെ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. 9497900200. ഒന്നുകൂടെ പറയാം, 9497900200. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നിർഭയമായി വിളിക്കാവുന്ന ഒരു നമ്പറാണത്. തീർച്ചയായിട്ടും പോലീസിന്റെ ഒരു സഹായം അവർക്ക് കിട്ടും. അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകും. അതിനുവേണ്ടി പ്രത്യേകം എല്ലാ ജില്ലകളിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായങ്ങളും നൽകാനുള്ള സംവിധാനം പോലീസിനുണ്ട്.
ഇതെല്ലാവരും പരമാവധി ഉപയോഗിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങന്മാരും അനിയത്തിമാരും ഒക്കെ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ കളിക്കാനും ഒക്കെ പറ്റാത്തൊരവസ്ഥയിൽ വീടുകളിൽ തന്നെയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ സമയം അവർ ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് പല വിധത്തിലുള്ള മാനസികമായും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട് എന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂളുകൾ തുറന്ന് പൂമ്പാറ്റകളെ പോലെ സ്കൂളുകളുടെ മുറ്റത്തും ക്ലാസ്സുകളിലും പറന്നു നടക്കുന്ന നിറമുള്ള സ്നേഹമുള്ള നല്ല സന്തോഷം നിറഞ്ഞ കുരുന്നുകളുടെ മുഖം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള വിവരങ്ങൾ ഗവൺമെൻറ് നടത്തി വരികയാണ്. കൂടാതെ ഈ ക്യാപ് എന്ന പദ്ധതിയുടെ കീഴിൽ നമുക്ക് ഹോപ്പ് എന്ന ഒരു പദ്ധതിയുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിൽ 11, 12 ക്ലാസ്സുകളിൽ അവർ തോറ്റുപോകുന്നതും ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകുന്നതുമായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ക്ലാസ്സുകൾ എടുത്ത് അവരെ അതിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് വളരെ ഭംഗിയായിട്ട് പോലീസ് നടന്നു വരുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലും അതിൻ്റെ ഒരു സ്റ്റഡി സെൻ്ററുണ്ട്. ആ സേവനവും എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അത് അധ്യാപകർക്ക് അറിയാൻ പറ്റും, അതുപോലെ സാമൂഹ്യ പ്രവർത്തകർക്ക് അറിയാൻ പറ്റും, സ്കൂൾ കൗൺസിലേഴ്സ് അറിയാൻ പറ്റും കുട്ടികളുടെ വിഷയങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പോയ കുട്ടികളെയും അവരുടെ വിവരങ്ങളും കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ 048028775990 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം തരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതിയുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതിയുണ്ട്. അതുകൂടാതെ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന പദ്ധതിയുണ്ട്. ഇങ്ങനെ 5 പദ്ധതികളെ ഏകോപിപ്പിച്ച് നമ്മുടെ കുടുംബശ്രീ, ആശാവർക്കർമാർ, ചൈൽഡ് വെൽഫെയർ ഓഫീസർമാർ, CWC, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ നിലകളിലുമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഈ മെസ്സേജ് അത്ര നീണ്ടുപോയെന്ന് അറിയാം. കാലിക പ്രസക്തമായ ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയം കൂടെ ഞാൻ ഇതിൽ അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സിസ്റ്റർ സെലിൻ നയിക്കുന്ന താടിശ്ശേരി വിമല സെൻട്രൽ സ്കൂളിലെ 900ഓളം കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും അനധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ ഭാവി എല്ലാ നന്മകളും ദൈവം ഉണ്ടായിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം പോലീസുമായി ബന്ധപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ഒരിക്കലും കുട്ടികളുടെ മുഖത്തെ ചിരി മായാതിരിക്കട്ടെ. രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും മുഖം സന്തോഷം കൊണ്ട് തുടർന്ന് കൊടുത്ത് വികസിക്കട്ടെ. നമുക്ക് ചിരി എന്ന ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു നമ്പർ, അവർ വിളിക്കേണ്ട നമ്പർ, എന്തെങ്കിലും ഒരു ഡിസ്ട്രസ് ഉണ്ടായിക്കഴിഞ്ഞ് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു: 9497900200. ഒരിക്കലും മറക്കരുത്. നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, ആത്മവിശ്വാസം വേണം, അറിയാൻ കൂടുതൽ അറിവുകൾ നേടണം, ഉയരങ്ങളിലെത്തണം, വന്ന വഴികൾ മറക്കരുത്, മാതാപിതാക്കളെ സ്നേഹിക്കണം, അധ്യാപകരെ അനുസരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ക്ഷമ വേണം, സഹോദരരെ സഹായിക്കണം. നമുക്കുള്ള വസ്തുക്കളെല്ലാം നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല, എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് ഷെയർ ചെയ്ത് എല്ലാവരിലും സന്തോഷം പുലർത്താൻ ഈ സ്വാതന്ത്ര്യദിനത്തിലും തുറന്നുള്ള ദിവസങ്ങളിലും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. Thank you, sir. We are highly grateful to you for giving us your valuable time and sharing your thoughts with us. Next, let's go through the significant events that led us to our independence. The revolt of 1857 was the most severe outburst of anger and discontent accumulated in the hearts of various sections of the Indian society ever since the inception of British rule in Bengal, following the Battle of Plassey in 1757 and the Battle of Buxar. British historians called it as
Sepoy Mutiny and the Indian historians termed it as the First War of Independence. Though the revolt was started by the Indian soldiers in the service of the East India Company, it soon proliferated all over the country. Millions of peasants, artisans and soldiers fought heroically for over a year and sacrificed their lives so that others might live. Hindus and Muslims kept their religious differences aside and fought together in order to free themselves from foreign subjugation. There was many social and religious reasons for the revolt. The British started imposing their religion on the Indians by building churches and by forcing people to convert to Christianity. The British did not even spare the Indian soldiers. Rough treatment was meted out to the soldiers and they lived in a squalor. The British left no stone unturned to create an eternal war between Hindus and Muslims. The revolt of 1857 was clearly not a success, but an achievement for the Indians, as this was the first time when Indians got together to fight against an invincible military power. Swadeshi movement was part of Indian independence movement and contributed to the development of Indian nationalism. After partition of Bengal, it was formally started from Town Hall, Kolkata on 7th August 1905 to curb foreign goods at trading on domestic production. Swadeshi was the purpose of Mahatma Gandhi, who described it as the soul of Swaraj. The movement took its vast size and shape when rich Indians donated money and land dedicated to Khadi and Gramodyog societies, which started cloth production in every household. To make village self-sufficient and self-reliant, it also included other village industries. The Indian National Congress made this movement as arsenal for freedom struggle, and in 1947, 15th August, a hand-spun tricolor Ashoka Chakra was unfurled at Princes Park near India Gate, New Delhi by Pandit Nehru. On 28 December 1885, the Indian National Congress was founded at Goguldas Tejpal Sanskrit College in Mumbai. Hume assumed office as the General Assembly and Umesh Chundar Banerjee of Calcutta was elected president. The Indian National Congress or Congress was a political party in India formed when the Indian National Congress or Congress split following expulsion of Indira Gandhi. There are four aims of Congress. They are to promote friendly relations with nationalist workers, to develop and consolidate the feelings of national unity irrespective of caste, religion or province, to formulate better demands and present them before the government, and at last to train and organize the public opinion before the country. Sarojini Naidu was the first woman president of Indian National Congress. Congress was not interested in campaigning for independence or self-rule, but for greater political autonomy with British Raj. Gandhiji returned to India from South Africa at the request of Gopalakrishna Gokhale in January 1915. Having led Indians in that country in non-violent movement, he was already a respected leader, known internationally. His South African campaigns had brought him in contact with various types of Indians. He spent his first year in India traveling throughout the country, understanding people, their needs and overall situation. His earliest interventions were in local movement in Champaran, Kheda and Ahmedabad, where he came into contact with Sardar Vallabhbhai Patel and Dr. Rajendra Prasad. With the help of Congress, Gandhiji convinced the people to start a non-cooperation movement in a peaceful way, which is key factor to attain independence. He survived the concept of Swaraj and it became a crucial element in the Indian freedom struggle. Jallianwala Bagh Massacre, also known as the Amritsar Massacre, took place on 13th April 1919. Alas, but peaceful crowd had gathered at the Jallianwala Bagh in Amritsar, Punjab to protest against the arrest of pro-Indian independence leaders Dr. Saifuddin Kichlu and Dr. Satyapal.
In responding to the public gathering, the British Brigadier General rugged Dyer around the bank with his soldiers. After blocking the exit with his troops, he ordered them to shoot at the crowd, continuing to fire even as protesters tried to flee. The troops kept on firing until the ammunition was exhausted. At least 1,000 people were killed and over 1,200 others were injured, of whom 192 were seriously injured. The level of brutality was unaccountable and it had stunned the entire nation. This led to the widespread of anger against the British and it had led to the non-cooperative movement. The movement of non-cooperation was launched on 4 September 1920 by Mahatma Gandhi with the aim of self-governance and obtaining full independence. Purna Swaraj, as the Indian National Congress, withdrew its support for British reform following the Rowlatt Act of 18th March 1990 and the Jallianwala Bagh massacre of 13th April 1919. Gandhiji's planning of the non-cooperation movement included persuading all Indians to withdraw their labour from any activity, that including British industries and educational institutions. In addition to promoting self-reliance by spinning Gandhi buying Indian-made goods only and boycotting British goods. Gandhi's non-cooperation movement called for the restoration of Khilafat movement in Turkey and ended to untouchability. This resulted in public held meetings and strikes, led to the first arrest of both Jawaharlal Nehru and his father Motilal Nehru on 6 December 1921. Non-violent means or ahimsa, protesters will refuse to buy British goods, adopt the use of local handkerchiefs and pocket liquor shops. The Chauri Chaura incident took place on 4th February 1922 at Chauri Chaura in the Gorakhpur district of United Provinces, British India. A large group of protesters participating in the non-cooperation movement, led by a retired soldier of the British Indian Army, clashed with the police. They were marching towards the market lane at Chauri Chaura and they had gathered there to picket the Gauri Bazaar liquor shop. The local inspector Gupteshwar Singh ordered his 13 local police officers to fire warning shots into the air. This agitated the crowd even more and they started throwing stones at the police officers. In the chaos, the heavily outnumbered police fell back to the shelter of the police station. Infuriated by the gunfire, the people set the station ablaze, killing all of the Indian policemen along with Singh and his constables trapped inside. This led to the death of 3 civilians and 22 policemen. 19 arrested demonstrators were sentenced to death and 14 were sentenced for life imprisonment by the British authorities. The British authorities dedicated a memorial to the dead policemen in 1923. An association called the Chauri Chaura Shahid Smarak Samiti built a 12.2 meter high triangular minaret near the lake at Chauri Chaura in 1973. Later, another Shahid Smarak was built by the government to honor those who were hanged. The Indian Railways named a train Chauri Chaura Express to honor those who were hanged after the incident. The Dandi March, which is also known as Salt March or Dandi Satyagraha, is a non-violent civil disobedience in colonial India which was led by Mahatma Gandhi. The 24-day march lasted from 12th March 1930 to 5th April 1930 as a direct action campaign of tax resistance and a non-violent protest against the British salt monopoly. The another reason for this was that the civil disobedience movement needed a strong inauguration that would inspire more people to join the Gandhi's example. Gandhi started this march with 78 of his trusted volunteers, and this march spanned 240 miles from Sabarmati Ashramam to Dandi, which was called Navsari at that time. Growing numbers of Indians joined them along the way, and when Gandhi broke the British Raj salt laws at 6:30 am on 6th April 1930, it sparked the large-scale act of civil disobedience against the salt laws by millions of Indians. The civil disobedience is an active, professed refusal of a citizen to obey certain laws, demands or commands by a government. By some definitions, the civil disobedience movement is sometimes equated with peaceful protest or non-violent resistance. And this Dandi March was a part of civil disobedience movement in India. And
This march inaugurated the civil disobedience movement which was led by Mahatma Gandhi. So now, by reminding all the struggles of our freedom fighters, Happy Independence Day to everyone. The Quit India Movement were also known as August Movement. The Quit India Movement were translated into several Indian languages as Leave India Movement. It was the movement launched at the Bombay section of the All Indian Congress Committee by Mahatma Gandhi on 8 August 1942 during the World War II, demanding an end to the British rule in India. Gandhi made a call, "Do or Die" in Quit India speech delivered at Bombay on 8 August 1942. All the Indian Congress Committee launched a mass protest demanding what Gandhi called an orderly British withdrawal from India. At last, in 1992, the Reserve Bank of India issued 1 rupee coin to mark the golden jubilee of the Quit India Movement. The long campaign for Indian independence that had begun with Indian Mutiny grew in intensity following the Second World War. The Indians increasingly expected self-government to be granted in return for their wartime contribution. But with this came serious intercommunal violence between Hindus, Muslims and Sikhs. In 1946, the Muslim League leader Muhammad Ali Jinnah called for direct action to create a Muslim state. In August of that year, 6 British battalions had to be deployed in Calcutta. The violence spread into Bombay, Delhi and Punjab. Eventually, the British concluded that partition was the only answer. On 2nd June 1947, the last Viceroy of India, Lord Mountbatten, announced that the British had decided to divide the country into Hindu-mainly India and Muslim-majority Pakistan. The British had left it to the rulers of the princely state to decide whether they wanted to merge with India or with Pakistan or remain independent. Those states whose rulers failed to join any country at odds with their majority religion, such as Kashmir and Hyderabad, became a focus of bitter dispute. Mountbatten confirmed the date of independence as 15 August 1947. As soon as this was announced, the British troops were withdrawn to their barracks. The Pakistan's and India's independence on the midnight of 14th and 15th August 1947 was a key moment in the history of the British Empire. Immediately after the independence, tensions between India and Pakistan began to boil over. The first of 3 full-scale wars between the two nations broke out over the princely state of Kashmir. The Kashmir issue still remains unsolved. This is how the country was divided into 2 nations. Wishing you all a happy Independence Day. Thank you. Thank you, dear students. Now, let's take a step back and a quick peek into the videos of the events performed by our Tiny Tots and students. Respected teachers and fellow students, Happy Independence Day. Day that 1947 started a new chapter in the history of entire subcontinent. We got freedom from foreign rules, but this day, as we know, has a bare history behind. There are countless troubles, priceless sacrifices and efforts of our great leaders. Thanks to that, India is a powerful, strong and free country in the world. Great freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Subhash Chandra Bose, Lokmanya Tilak devoted their entire life for independence of India. Many brave revolutionaries like Bhagat Singh, Sukhdev, Rajguru sacrificed their life for nation's freedom. After independence, we got our fundamental rights. Today we have right to choose our government. We all are fortunate that we took birth in an independent India. It's our responsibility as proud citizens of this country to sincerely perform our duty and progress together for the growth and development of our country. Keeping the sacrifices of our ancestors in mind, we should take an oath to carve a better future for our motherland.
Once again, I wish you all a happy Independence Day. Jai Hind. Hi friends, I am Leon Robbie from class 7B. Today I am going to say about Independence Day. We celebrate Independence Day every year on 15th August as a national holiday in India to commemorate the independence of the nation from the United Kingdom on 15th August 1947. This was the day on which the provisions of the Indian Independence Act of 1947 came into effect, which transferred legislative sovereignty to all Indian Constituent Assembly. Independence corresponded with India's partition, wherein British India has been divided into dominions of India and Pakistan along religious lines. Thank you. Have a nice day. Respected principal, teachers and my dear friends, a very good morning to all. I feel honored and privileged to get an opportunity to propose a vote of thanks on this year's Independence Day celebration. The effort and time taken to create this video is not easy to define. Respected principal, let me thank you for allowing us to extend a vote of thanks on this Independence Day. Along with you, I would like to thank all the teachers who have been working behind this video. You were the key to success of this event. You were from start, from planning to execution. Next, I would like to thank all my fellow students. Without you, this video have not been so successful. Last but not the least, let me thank all the members behind this video. Now, I declare this event